നാരീശക്തി എന്ന ഈ ഒരു മുദ്രാവാക്യം അതിനൊപ്പം നിൽക്കുന്ന ഒരു അതിഥി നമ്മോടൊപ്പം ചേരുന്നത് കൊണ്ടാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു അതിഥി കൂടിയാണ്. ഇന്നത്തെ ദിവസം എന്ന് മാത്രമല്ല, കഴിഞ്ഞ 27 ദിവസമായി നമുക്കറിയാം ആശമാർ സമരത്തിലാണ്. ആശയോടെ തന്നെയാണ് അവർ അവിടെ വന്നത്. പക്ഷേ നിരാശയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ അങ്ങ് പിന്മാറാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്നത്. നമ്മോടൊപ്പം ആശാ സമരസമിതി നേതാവ് ബിന്ദു അതിഥിയായി ചേരുകയാണ്. ശ്രീമതി ബിന്ദു, കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ഈ ദിവസം വനിതാ ദിന ആശംസകൾ പറഞ്ഞുകൊണ്ട് ഓരോ വനിതകളോട് സംസാരിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഈ ദിവസം എങ്ങനെ നിങ്ങൾക്ക് ആശംസ നേരുമെന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. കാരണം ഇത്രയും ദിവസം അവിടെ സമരം ഇരുന്നിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ആളുകളെയാണ് ഞങ്ങൾ കൂടുതലായി കാണുന്നത്. പക്ഷേ അറിയുന്ന ചില കാര്യങ്ങൾ ഇന്ന് CPM സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആ വേദിയിൽ നിന്നൊക്കെ വലിയ വിമർശനമാണ് നേതാക്കൾക്കെതിരെ ഉയരുന്നത് എന്നുള്ളതാണ്. അത് പൊതുസമൂഹത്തിൽ, കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം സർക്കാരിനെ വിമർശിക്കുന്ന കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് ആശാ സമരത്തോട് നിങ്ങളിങ്ങനെ മുഖം തിരിച്ചു നിൽക്കുന്നു, അതിലുപരി അപമാനിക്കപ്പെടുന്നു എന്നുള്ളത്. ഏതായാലും ഈ ദിവസം ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ മഹാസംഗമത്തെ നിങ്ങൾ എങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? നമ്മൾ മാർച്ച് 8 എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പോരാട്ടത്തിൻ്റെ ദിനമാണ്. അതായത് ഒരു നൂറ്റാണ്ട് മുമ്പ് തുണിമിൽ തൊഴിലാളികളായ സ്ത്രീകൾ അവരുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും കൂലി കൂടുതലിനും തൊഴിൽ സമയം നിജപ്പെടുത്തുന്നതിനുമൊക്കെ വേണ്ടി നടത്തിയ ഐതിഹാസികമായ ഒരു പോരാട്ടത്തിൻ്റെ ദിനമാണ് മാർച്ച് 8. അന്ന് നിരവധി സ്ത്രീകൾക്ക് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു അവരുടെ ഈ ഡിമാൻഡുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ദിനം ഇന്ന് കടന്നു വരുമ്പോൾ അതേ ഡിമാൻഡുകളുമായാണ് കേരളത്തിലെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരന്നിരിക്കുന്നത്. അത് ഈ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 27 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന രാപ്പകൽ സമരം മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനത്തോട് കൂട്ടിച്ചേർക്കുവാൻ കഴിയുന്ന, അല്ലെ അതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു ഐതിഹാസികമായ സമരമാണ്. നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡുകൾ ആശാവർക്കർമാരുടെ ജീവിതത്തെ സംബന്ധിച്ച്, പണിയെടുത്ത് ജീവിക്കുന്ന സ്ത്രീ തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിമാൻഡുകളാണ് നമ്മൾ ഉന്നയിക്കുന്നത്. പക്ഷെ അത് പൊതുസമൂഹം ഒന്നടങ്കവും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കവും സമുദായ സംഘടനകളും സാംസ്കാരിക സംഘടനകളും അടക്കം ഈ സമൂഹത്തിൻ്റെ നല്ലൊരു ശതമാനം ആളുകളും ആ സമരത്തെ പിന്തുണയ്ക്കുമ്പോൾ ഈ സമരം വിജയിക്കണം, ഇത് ന്യായമായ ഡിമാൻഡുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തോടൊപ്പം ഓരോ ദിവസവും അണമുറിയാതെ ഈ സമരത്തിൻ്റെ കണ്ണികളായി ചേരുവാൻ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നാനാ തുറകളിൽപ്പെട്ട ആളുകൾ ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമരത്തിനോട് മുഖം തിരിക്കുന്ന ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നിരാശയില്ല. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഈ സമരം വിജയിക്കും, അതിനു വേണ്ടിയിട്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലേക്ക് സർക്കാർ വരും എന്നുള്ള 100% വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ സമരവുമായി 27ാം ദിവസവും ഈ സെക്രട്ടേറിയറ്റിന് നടയിലിരിക്കുന്നത്. നമ്മൾ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ 26 ദിവസങ്ങളായി ഈ സമരഭൂമിയിൽ വന്നുപോയ നിരവധി വനിതാ നേതാക്കന്മാരുണ്ട്, വനിതാ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളുണ്ട്, വ്യക്തികളുണ്ട്. ഇവിടേക്ക് ഈ എല്ലാവിധ സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. ഇവിടെ കടന്നു വരുന്ന ഓരോ ആളുകളും പറയുന്നത് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ അമ്മമാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്, ഞങ്ങളുടെ സഹോദരിമാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന്, ഇടുക്കി, വണ്ടൻമേട്, പീരുമേട്, അടിമാലി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ പാലക്കാടിൻ്റെ അങ്ങേ അറ്റത്തു നിന്നൊക്കെ, കാസർഗോഡിൻ്റെ അങ്ങേ അറ്റത്തു നിന്നൊക്കെ വരുന്ന പല കാര്യങ്ങൾക്കുമായി തിരുവനന്തപുരത്ത് വരുന്ന പുരുഷന്മാരുണ്ട്, സംഘടനാ പ്രതിനിധികളുണ്ട്. അവിടുന്ന് തിരിക്കുമ്പോൾ അവിടെ കുടുംബാംഗങ്ങളായ സ്ത്രീകളെല്ലാവരും നിങ്ങൾ അവിടെ പോകുമ്പം സമരപ്പന്തലിൽ പോയി ആ സ്ത്രീകൾക്ക് ഞങ്ങളുടെ ഐക്യദാർഢ്യം അറിയിക്കണം, ഡിമാൻഡ് നേടിയെടുത്തേ പിന്തിരിയാവൂ എന്ന് അവരോട് പറയണം, അടിയുറച്ച് നിൽക്കണമെന്ന് പറയുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇവിടേക്ക് വരാൻ കഴിയാത്ത ആളുകളുണ്ട്.
അവരെ എല്ലാവരെയും ഈ മാർച്ച് 8 ഈ സാർവദേശീയ വനിതാ ദിനത്തിൽ കഴിയുന്ന അത്രയും ആളുകൾ ഈ സമരപ്പന്തലിൽ വന്ന് ഈ ആശമാരോടൊപ്പം മാർച്ച് 8 ഐതിഹാസികമായ ആ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിന്റെ ദിനത്തിൽ ഇന്ന് പുതിയ സമര ചരിത്രം എഴുതി ചേർത്തുകൊണ്ടിരിക്കുന്ന ആശാ സഹോദരിമാരോടൊപ്പം ഈ സ്ത്രീ തൊഴിലാളികളോടൊപ്പം അണിചേരണം എന്നൊരു ആഹ്വാനമാണ് ഞങ്ങൾ നൽകിയത്. അതിന് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള വ്യത്യസ്ത മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന, അത് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ, സാഹിത്യത്തിന്റെ മേഖലയിൽ നിന്നുള്ളവർ, വിവിധ തൊഴിൽ മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ, വിവിധ വനിതാ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ എല്ലാവരും വളരെ പൂർണ്ണമായ സന്തോഷത്തോടുകൂടി അത് നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ എത്തിച്ചേരാമെന്ന് നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളടക്കം ധാരാളം നൂറുകണക്കിന് സ്ത്രീകൾ നമ്മളോട് പറഞ്ഞു. തീർച്ചയായും അവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ താമസിയാതെ തന്നെ അത്തരത്തിലുള്ള വലിയൊരു വനിതാ സംഗമം നടത്താൻ നമുക്ക് കഴിയും. ഈ മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനം ഏറ്റവും ഉചിതമായ ഒരു ആചരണമായിരിക്കും ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ നടക്കുക എന്നുള്ളത്. ശുഭിന്ദുതോടൊപ്പം തന്നെ ഈ സമരത്തിനോട് സർക്കാർ ഏത് രീതിയിലാണ് മുഖം തിരിക്കുന്നതെന്ന് താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നമ്മൾ ദിവസങ്ങളായി അത് കണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ട്രേഡ് യൂണിയന്റെ സമീപനം കൂടി നമ്മൾ കണ്ടതാണ്. അവർ നിങ്ങളെ സമീപിച്ചിരുന്നോ? എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, നമ്മളെ മിനിസ്റ്റർ നമ്മൾ സമരം തുടങ്ങിയതിന് ശേഷം 5ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 15-ന് മിനിസ്റ്റർ ചേംബറിൽ നമ്മളെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഞങ്ങൾ സംഘടനാ നേതാക്കൾ പോയി മിനിസ്റ്ററുമായിട്ട് ചർച്ച നടത്തി ദീർഘനേരം സംസാരിച്ചു. പക്ഷെ അതിന് സമരത്തിൽ നമ്മൾ ഉയർത്തിയ ഡിമാൻഡുകൾക്ക് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കാനോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടല്ല മിനിസ്റ്റർ വന്നത് എന്നാണ് നമുക്ക് ആ ചർച്ചയിൽ നിന്നും മനസ്സിലായത്. മറിച്ച് സർക്കാരിന് ഇപ്പോൾ കുറേയധികം പരാധീനതകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക പരാധീനതകൾ. അത് പരിഗണിച്ച് ഞങ്ങൾ സമരം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടാനാണ് മിനിസ്റ്റർ വിളിച്ചത്. അതിനുശേഷം നമ്മളോട് അത്തരത്തിലുള്ള ഔദ്യോഗികമായ ഒരു ചർച്ചകൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കുപോക്കുകൾക്കോ ആരും നമ്മളെ സമീപിച്ചിട്ടില്ല. പല ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ അവരുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത തരത്തിലുള്ള പല പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഗൗരവത്തിലെടുക്കുന്നില്ല. കാരണം ഒരു തൊഴിൽ സമരം ഇത്തരത്തിൽ വളരെ പിന്തുണയോടെ എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ മേഖലയിൽ തുടങ്ങിയ സമരം ഇന്ന് കേരള സമൂഹത്തിൻ്റെ, പൊതുസമൂഹത്തിൻ്റെ ഒരു സമരമായി മാറുമ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണല്ലോ. എല്ലാ കാലത്തും നമ്മൾ അത്തരം സമരങ്ങളിൽ ജനങ്ങൾ കൂട്ടായി നടത്തുന്ന സമരങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. നമ്മൾ കണ്ടാണല്ലോ കർഷക സമരം, 1 വർഷം നീണ്ടുന്ന കർഷക സമരം ഡൽഹിയിൽ നടന്നപ്പോൾ ആ സമരത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളുണ്ടായി, എന്തെല്ലാം തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് ഭരണ സംവിധാനം അങ്ങനെ ചെയ്യും. അതിനെയെല്ലാം അതിജീവിച്ച് നമ്മളുടെ ഡിമാൻഡ് നേടിയെടുക്കുക എന്ന് പറയുന്നത് അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. ഞങ്ങൾ അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നത് ഈ ഇത്തരം പ്രതികരണങ്ങളിൽ, ഇത്തരം തളർത്താനുള്ള ശ്രമങ്ങളിൽ നിങ്ങൾ കാണിച്ച സംയമനം തന്നെയാണ് എന്നത് ശ്രദ്ധേയമാണ്. കാരണം ഒരു രീതിയിലും വ്യത്യസ്ത സമരമാണ്. ഒരു രീതിയിലും മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്കെതിരെയോ ഒന്നും മുദ്രാവാക്യങ്ങളല്ല കേൾക്കുന്നത്. ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ, അർഹമായ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് നൽകൂ എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഉയർത്തുന്നത് എന്നതാണ്. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഒരു രാഷ്ട്രീയ അജണ്ട നമ്മുടെ സമരത്തിനില്ല. നമ്മൾ പല വിധത്തിൽ നമ്മുടെ സർക്കാരുകളോട് നമ്മുടെ വിഷയങ്ങൾ എന്താണ് വിഷയം എന്നുള്ളത് നമ്മൾ അറിയിച്ചിരുന്നു. കാരണം ഒരു ദിവസം 232 രൂപയ്ക്ക് ജീവിക്കാൻ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കഴിയില്ല. കാരണം ഇവിടെ ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും, അത് ഏത് തൊഴിലെടുക്കുന്ന ആളുടെ മക്കളായാലും അവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജനതയാണ് കേരള ജനത. അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നടത്തിയ നവോത്ഥാന നായകന്മാർ ഉൾപ്പെടെ അവർ സൃഷ്ടിച്ചെടുത്ത മണ്ണിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ മേന്മ എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബോധ്യപ്പെട്ട ജനതയാണ് നമ്മുടെ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഏറ്റവും ഉയർന്ന, ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഏത് തൊഴിലെടുക്കുന്നവനും ആഗ്രഹിക്കും. നല്ല രീതിയിൽ ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. അപ്പം അതിനനുസരിച്ച്
നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേതനം കിട്ടണമല്ലോ. അപ്പോൾ ഒരു ദിവസം 232 രൂപ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നമുക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു തുകയല്ല. അപ്പോൾ അത് 700 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു മിനിമം വേതനമാണ്. അത് പട്ടിണിക്കൂലിയാണ്. സത്യത്തിൽ ആർഭാടത്തോടെ ജീവിക്കാനുള്ള ഒരു തുകയല്ല, പട്ടിണിക്കൂലിയാണ്. അപ്പോൾ അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സമരം നടത്തുന്നത്. അതുപോലെ തന്നെ 62 വയസ്സിൽ വിരമിക്കാൻ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് പിൻവലിക്കുക, വിരമിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ നൽകുക. ബംഗാളിലൊക്കെ 2020 മുതൽ 3 ലക്ഷം കൊടുക്കുന്നു. 2024 ആയപ്പോൾ അത് 5 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം വേണം, സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വം വേണം. പലർക്കും കയറിക്കിടക്കാൻ വീടില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. വീടുകളിൽ ഗുരുതരമായ രോഗമുള്ള ആളുകളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും കെട്ടിച്ചു വിടാനും അല്ലെങ്കിൽ ചികിത്സയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് പല വിധത്തിൽ ലോൺ എടുത്തവരുണ്ട്, കടം വാങ്ങിച്ചവരുണ്ട്. അതിനൊക്കെ തിരിച്ചടയ്ക്കണ്ടേ നമ്മൾ ഈ 62 വയസ്സ് കഴിയുമ്പോൾ? അപ്പോൾ എന്തെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വം നൽകുന്ന ഒരു തുക നമുക്ക് വേണം എന്നുള്ളത് ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലേ. ഗവൺമെന്റിൽ എല്ലാവരും തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും സർക്കാരും ഇപ്പോഴും അവരെല്ലാവരും പറയുന്നത് നമ്മുടെ ഡിമാൻഡ് ന്യായമാണെന്നാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് രാഷ്ട്രീയമായ ഒരു താല്പര്യത്തിന് പുറത്തല്ല നമ്മൾ വന്നത്, മറിച്ച് നമ്മുടെ ന്യായമായ ഈ ഡിമാൻഡ് അംഗീകരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പല വിധത്തിൽ ഇവിടെ സാധാരണ എല്ലാ ട്രേഡ് യൂണിയനുകളും ചെയ്യുന്ന രീതിയിൽ തന്നെ പല വിധത്തിൽ നമ്മൾ ആരോഗ്യമന്ത്രിക്കും NHM ഡയറക്ടറേറ്റിലും ലേബർ കമ്മീഷണർക്കും ഒക്കെ നിവേദനങ്ങൾ നൽകിയിട്ട് അത് പരിഹരിക്കാതെ വന്നപ്പോഴാണ് നമ്മൾ ജനുവരി 25-ന് പ്രഖ്യാപിച്ചതാണ് നമ്മുടെ ബഡ്ജറ്റിൽ നമ്മളെ പരിഗണിച്ചില്ല എങ്കിൽ ഞങ്ങൾ രാപ്പകൽ സമരവുമായി വരുമെന്നുള്ളത്. അപ്പോൾ അത് വേണ്ടുന്ന വണ്ണം നമ്മൾ കൊടുത്ത നിവേദനങ്ങളും പരാതികളും ഒക്കെ പരിശോധിക്കാനും പരിഹരിക്കാനും സർക്കാർ തയ്യാറാകാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിവർത്തികേട് കൊണ്ട് സർക്കാർ നമ്മളോട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത്തരത്തിലൊരു ഉത്തരവാദിത്വം പ്രദർശിപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ തെരുവിൽ വന്നിരിക്കാൻ നമ്മളെ നിർബന്ധിതമാക്കിയത് സർക്കാരാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ല. ഇതിനകത്ത് ഉള്ള എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും ഉണ്ട്, എല്ലാ മതവിശ്വാസികളുമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുന്നണി സംഘടന അല്ല ഇത്. ഈ ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വതന്ത്ര സംഘടനയാണ്. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല. പക്ഷെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പണിയെടുക്കുന്നവന്റെ രാഷ്ട്രീയമാണ്, അത് വിശപ്പിന്റെ രാഷ്ട്രീയമാണ്. അപ്പൊ ആ രാഷ്ട്രീയമേ ഉള്ളൂ, അല്ലാതെ കക്ഷി രാഷ്ട്രീയമില്ല. അപ്പൊ നമുക്കിതിനകത്ത് ഒരു രാഷ്ട്രീയ ആരെങ്കിലും അട്ടിമറിക്കാനോ അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ട് ആരെങ്കിലും തിരിക്കാനോ അങ്ങനെയുള്ള ഒരു ലക്ഷ്യങ്ങളുമില്ല. നമ്മൾ ഈ സമരം തുടങ്ങി 2ാമത്തെ ദിവസം നമ്മളെ വിളിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കുമായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ സർക്കാരിന് ഇത്രയും പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നു? ഇല്ലായിരുന്നു. അപ്പൊ അത് അത്തരത്തിലേക്ക് എത്തിച്ചതിൽ അതിന് ഉത്തരവാദി ഞങ്ങളല്ല, അത് സർക്കാരാണ്. അതിനേക്കാൾ ഉപരി ഇങ്ങനെ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവിടെ വെയിലുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുമായി നിങ്ങളുടെ കൂടെ വന്നിരുന്ന് സമരം ചെയ്യുന്ന ആശാമാരെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഘട്ടത്തിൽ ആശ്വാസവുമായി വരുന്ന ആളുകളെ വലിയ തോതിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എതിരിടുക, മഴയത്ത് ടാർപോളിൻ വലിച്ചു കെട്ടിയപ്പോൾ അത് വലിച്ച് ദൂരെ കളഞ്ഞ് ആ മഴയത്ത് തന്നെ നിങ്ങളെ നിർത്തുക തുടങ്ങി എതിർക്കുന്ന കാര്യത്തിലും പിന്നോട്ട് പോകുന്നില്ലല്ലോ സർക്കാർ. നിങ്ങളെ വലിയ തോതിൽ ഈ സമരം അടിച്ചമർത്താൻ അവർ ശ്രമിക്കുന്നത് കൂടി ഒരു വശത്ത് നടക്കുകയില്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് വിലയിരുത്തേണ്ടുന്നതും അതിന് തക്കതായ മറുപടി നൽകുന്നതും പൊതുസമൂഹമാണ്. അത് നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങള് അത് ഏറ്റെടുക്കേണ്ട കാര്യം പോലുമില്ല. പൊതുസമൂഹം അതിന് കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ മഴ നനഞ്ഞിരുന്നപ്പോൾ ശ്രീ സുരേഷ് ഗോപി വന്ന് ഞങ്ങൾക്ക് കൂടെ തന്നു, ഈ കുറച്ച് റെയിൻകോട്ടൊക്കെ കൊണ്ടു തന്നു. അദ്ദേഹം മാത്രമല്ല, വേറെ ഒത്തിരി മനുഷ്യർ ഇവിടെ കൊണ്ടു തന്നു. മനസാക്ഷിയുള്ള ഏതൊരാൾക്കും കണ്ടാൽ വിഷമം തോന്നല്ലേ. ഈ സ്ത്രീകൾ, പല പ്രായത്തിലുള്ള സ്ത്രീകൾ ഇത്രയും ദിവസം 10-22 ദിവസം കൊടിയ വേനലിലിരുന്ന് പെട്ടെന്ന് മഴ വന്നപ്പോൾ ആ മഴ നനയുക എന്ന് പറഞ്ഞാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. സ്ത്രീകളാണ്, പല പ്രായത്തിലുള്ളവരാണ്, പല ശാരീരികാവസ്ഥയിലുള്ളവരാണ്. അപ്പം അതൊക്കെ വളരെ ഗൗരവത്തിൽ ഇത്തരം സാഹചര്യങ്ങളെ അവധാനതയോടെ വിവേകത്തോടെയാണ് സർക്കാർ കാണേണ്ടുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായതൊക്കെ വളരെ ഖേദകരമാണ്. പക്ഷെ അതിനൊന്നും ഞങ്ങൾ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പൊതുസമൂഹം അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഉത്തരം സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും, അത്രയേ ഉള്ളൂ.
ശരിക്കും അതിജീവന സമരം മാത്രമല്ല സഹന സമരം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇത്രയധികം ദിവസം 27 ദിവസമായിട്ടും ഇതിലൊരു തീർപ്പുണ്ടാക്കാൻ ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഖേദകരം. ഞെട്ടലോടെയാണ് പൊതുസമൂഹവും നോക്കിക്കാണുന്നത്. ആസൂത്രിതമായി ഈ സമരം പൊളിക്കാനുള്ള നീക്കമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ സമരത്തിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങളിലും അത്തരത്തിലുള്ള ഇപ്പൊ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നാൽ എല്ലാവരും തന്നെ പറയുന്ന ഒരേ കാര്യങ്ങളാണ്. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. 27 ദിവസമായിട്ടും സമരത്തിനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യങ്ങളാണ്. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏത് സർക്കാരുകളാണെങ്കിലും ജനകീയ സമരങ്ങൾ ഉണ്ടായി, അല്ലെ ഇതുപോലെ തൊഴിൽ സമരങ്ങൾ ഉണ്ടായി വരുമ്പോൾ അതിനെ തകർക്കുക, അല്ലെ അതിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്. അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ തൊഴിൽ സമരങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളതിനെ അങ്ങനെ കാണുന്നുള്ളൂ. നമ്മളത് സമരത്തിനെ അത്തരത്തിലുള്ള പരിഹാസങ്ങളിലൂടെ ആക്ഷേപങ്ങളിലൂടെയും ഒന്നും പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇത് കഴിഞ്ഞ 17 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊടിയ സാമ്പത്തിക ചൂഷണം, അത് ജീവിതത്തിൽ നന്നായി ഉറച്ച് ബോധ്യപ്പെട്ടിട്ട് ഇതിൽ രണ്ടിലൊന്ന് തീരുമാനിക്കണം എന്ന് ഉറച്ചിറങ്ങി പുറപ്പെട്ട ആളുകളാണ്. അവരെ ഈ ആക്ഷേപങ്ങളോ പരിഹാസങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കില്ല, തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കില്ല. അതേസമയം പ്രതീക്ഷ എന്താണ് ഓരോ ദിവസം പുലരുമ്പോഴും? ഇന്നിപ്പോൾ വനിതാ ദിനം കൂടിയാണ്. പക്ഷെ സർക്കാർ എങ്ങനെ ഈ ദിവസം ആഘോഷിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്ക. അത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളിവിടെ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ എന്ത് ആഘോഷം നടത്തിയിട്ട് എന്ത് കാര്യം എന്നൊരു ചോദ്യമുണ്ട്. ഓരോ ദിവസം പുലരുന്നതോടെ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഇന്നിത് സോൾവ് ചെയ്യപ്പെടും, ഇന്നൊരു നടപടി ഉണ്ടാകും, ഇന്നൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചേക്കും, അങ്ങനെ കരുതുമോ? അല്ല, നമ്മൾ തീർച്ചയായിട്ടും ഇത് പരിഹരിക്കും. വളരെ താമസിയാതെ ഒരു സെറ്റിൽമെന്റ് ഫോർമുല സർക്കാർ നമ്മുടെ മുന്നിലേക്ക് വെക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് സമരം. ഈ സെക്രട്ടേറിയറ്റ് പടിയിൽ നടക്കുമ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ ഇതിപ്പോൾ ഒരു ശ്രദ്ധാകേന്ദ്രമായ സമരമായി ഇരിക്കുകയാണ്. അപ്പം അത് ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളും എല്ലാം ഉണ്ടല്ലോ. പല വിധത്തിലുള്ള പ്രേരണകൾ വരുമല്ലോ ഒരു സമരം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു സെറ്റിൽമെന്റിൽ ഒരു ഘടകങ്ങളായിട്ട് വരും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് സെറ്റിൽ ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഈ വകുപ്പ് മന്ത്രി ഒരു വനിതയാണ്. ഇതിൽ ഈ സംസ്ഥാന സർക്കാർ കുടിശ്ശിക നൽകാനില്ല എന്നൊക്കെയായിരുന്നു ആദ്യം സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പ് കൈയാളുന്ന മന്ത്രിയുടെയും ഒക്കെ നിലപാട്. താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കാരണം സമരം തുടങ്ങി 5-ാം ദിവസമാണ് ചർച്ചയ്ക്ക് തയ്യാറായത്. അതും പ്രത്യേക പദ്ധതികളൊന്നുമില്ല, കടത്തിലാണ്, പിന്മാറണമെന്ന ആവശ്യം മാത്രം. വേണ്ടത്ര രീതിയിൽ ഈ ആവശ്യങ്ങൾ, ആശമാരുടെ ആവശ്യങ്ങൾ ആരോഗ്യമന്ത്രി പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? ഇല്ല, ആശമാരുടെ വിഷയങ്ങളൊക്കെ മിനിസ്റ്റർക്ക് നന്നായിട്ട് അറിയാം. സാമ്പത്തിക പ്രയാസങ്ങളും തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന അധിക ജോലിഭാരമൊക്കെ മിനിസ്റ്റർക്ക് അത് നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു. പക്ഷെ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്, ഏതൊരു തൊഴിൽ മേഖലയുടെ ആണെങ്കിലും ആ മേഖലയിലെ തൊഴിലാളികൾ ഉയർത്തുന്ന വിഷയങ്ങൾ ഗൗരവത്തോടെ സർക്കാർ സംവിധാനം കാണണം. കാരണം ഇത് വെറുതെ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉയർത്തുന്ന വിഷയങ്ങളല്ല, മറിച്ച് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് ഗത്യന്തരമില്ലാതെ അവൻ സമരത്തിന് ഇറങ്ങുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഞങ്ങളുടെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് 2 ആഴ്ച മുമ്പ് ഒരു പ്രൈവറ്റ് സ്കൂൾ അധ്യാപിക ആത്മഹത്യ ചെയ്തത്. 5 വർഷമായിട്ട് അവരെ സ്ഥിര നിയമനം നടത്താന്ന് പറഞ്ഞ് അവർക്ക് കിട്ടേണ്ടുന്ന വേതനം പോലും കിട്ടാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത് എത്ര ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഒരുപക്ഷെ ഇതിനോടകം തന്നെ പല തലങ്ങളിൽ അവർ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ അവർ ജീവൻ അവസാനിപ്പിക്കാൻ തയ്യാറാകുക. പണിയെടുക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. ആ പണിയെടുത്തവൻ മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ സർക്കാരല്ല, രാജ്യം ഭരിക്കുന്ന സർക്കാർ ഉൾപ്പെടെ എല്ലാവരും, കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളുടെ സർക്കാരും പരിഗണിക്കേണ്ടുന്നതാണ്. അതാണ് പരമപ്രധാനമായി പരിഗണിക്കേണ്ടുന്നത്. പണിയെടുക്കുന്നവന് അവന് സംഘടിതമായി നിന്ന് വിലപേശി അവന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള
സംഘടിത ശേഷിയെ തകർക്കുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ തൊഴിൽ മേഖലയിൽ ഇത്രയും കടുത്ത ചൂഷണങ്ങളും കടുത്ത പ്രതിസന്ധികളും നേരിടുമ്പോൾ അവന് സംഘടിതമായി നിന്ന് വിലപേശാനുള്ള അവന്റെ സമരശക്തിയെ തകർക്കുന്ന നിലപാടുകൾ ഏത് സർക്കാരാണെങ്കിലും, കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും അത് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതാണല്ലോ നമ്മൾ കാണുന്നത്. വിവിധ തലങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തൊഴിലാളി വർഗം അവർ ഒന്നിച്ച് അണിനിരക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പ്രൈവറ്റ് സ്കൂൾ അധ്യാപിക മരിച്ചതുപോലെ മരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ തൊഴിലാളികൾ എന്നുള്ള നിലയിൽ ഒന്നിച്ചു നിന്ന് പോരാടിയാൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന ഒത്തിരിയേറെ തൊഴിലാളി സമര ചരിത്രങ്ങളുള്ള മണ്ണാണ് നമ്മുടെ മണ്ണ്. ആ ചരിത്രങ്ങളെല്ലാം ഞങ്ങൾക്ക് പാഠമാണ്. അപ്പം ഞങ്ങളോട് മുഖം തിരിച്ചാലും എന്ത് നിഷേധാത്മക നിലപാടെടുത്താലും ഞങ്ങളെ എത്ര പരിഹസിച്ചാലും എത്ര ആക്ഷേപിച്ചാലും എത്ര കണ്ടില്ലെന്ന് നടിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും. തീർച്ചയായും വിജയം ഞങ്ങൾക്കുണ്ടാവും. അത്തരത്തിലുള്ള ഒരു സമരമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് 100% ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ വന്നു ചേർന്ന ഈ വനിതാ ദിനം തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടെ ഞങ്ങൾ കാണുകയാണ്. കഴിഞ്ഞ വർഷം വരെ ഈ വനിതാ ദിനത്തിൽ എവിടെയെങ്കിലുമൊക്കെ സെന്ററുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംഘടനകളോ ഒക്കെ നൽകുന്ന ആദരവ് ഏറ്റുവാങ്ങാൻ പോവുകയായിരുന്നു. മറിച്ചിന്ന് ആശാ വർക്കർമാർ മറ്റുള്ള സ്ത്രീകളെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നയിക്കത്തക്കവണ്ണം, ഈ വനിതാ ദിനം ആചരിക്കുവാൻ നയിക്കത്തക്കവണ്ണം കെൽപ്പുള്ള ഒരു സമരം നടത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ ദിനം സാർത്ഥകമാകുന്ന തരത്തിൽ ആചരിക്കുവാൻ ഈ സ്ത്രീകൾക്ക് ഒരു അവസരമുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടെ കാണുകയാണ്. തീർച്ചയായും അതിൽ ഞങ്ങൾക്കും അഭിമാനം. കാരണം വനിതാ സംഗമം എന്ന മഹാസംഗമം ഈ ഒരു ദിവസം നടത്താനായി തീരുമാനിച്ചതിനും ഈ വനിതാ മതിൽ കിട്ടിയവരാണ് നമ്മുടെ സർക്കാർ. അവർക്ക് മുമ്പിൽ ഈ ഒരു രീതിയിലുള്ള സമരമാർഗത്തിലൂടെ അല്ലാതെ എങ്ങനെ കണ്ണു തുറപ്പിക്കാനാണ് എന്നത്. എന്തായാലും വളരെയധികം നന്ദി. നമ്മളോടൊപ്പം ചേർന്നതിന് അഭിനന്ദനം. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ജനം ടിവിയും ഒപ്പം ഉണ്ടാകും ആശമാർ നടത്തുന്ന ഈ അതിജീവന സമരം. വളരെ നന്ദി.